ഇവിടെ ഒരു രാജകുമാരിയെ ഒരു ഡ്രാഗൺ തട്ടിക്കൊണ്ടു പോകുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അതിനെ തടയാൻ ശ്രമിക്കുമെങ്കിലും സാധിക്കുന്നില്ല. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു കൊട്ടാരത്തിനകത്താണ്. ആദ്യം അവൾക്ക് അവൾ എവിടെയാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. പുറത്തേക്ക് വന്ന് നോക്കിയവൾ ഷോക്കാവുന്നു. കാരണം മരുഭൂമിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരത്തിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടം കാണുന്നു. അവിടെ അവളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഫുഡ് ഒരുക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല പൂന്തോട്ടത്തിൽ കുറേയധികം പ്രതിമകൾ അവൾ കാണുന്നു. അതും ജീവൻ തുടിക്കുന്നത് പോലെയുള്ള സ്ത്രീകളുടെ സ്വർണ്ണ പ്രതിമകൾ. അവൾ അതിശയത്തോടെ അത് നോക്കി നിൽക്കുമ്പോൾ ആ ഡ്രാഗനെ കാണുന്നു. അപ്പോഴാണ് അവൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ആ ഡ്രാഗൺ വയസ്സായ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറുന്നു. അവർ ഒരു മന്ത്രവാദിനിയാണ്. അവർ അവളെ തന്റെ യജമാനന് വേണ്ടി തട്ടിക്കൊണ്ടുവന്ന ണെന്നും അദ്ദേഹത്തെ അവൾ വിവാഹം ചെയ്യണമെന്നും പറയുന്നു. അത് കേട്ടവൾ പറ്റില്ലെന്ന് പറയുമ്പോൾ അവർ ഒരു കാര്യം പറയുന്നു. അതായത് ആ പൂന്തോട്ടത്തിലെ പ്രതിമകളെല്ലാം ഓരോ രാജ്യത്തെ രാജകുമാരികളാണ്. അവരും ഇവളെ പോലെ എതിർത്തത് കൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥയുണ്ടായത്. അതവളെ മനസ്സിലാക്കിക്കുന്നതിനായി ആ മന്ത്രവാദിനി അവളെ കഴുത്തിന് താഴോട്ട് സ്വർണ്ണ പ്രതിമയാക്കി മാറ്റുന്നു. അതിനുശേഷം വീണ്ടും പഴയതുപോലെയാക്കി യജമാനന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അവൾ ബുദ്ധിപൂർവ്വം അവരെയെല്ലാം അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് അയാളുടെ മാന്ത്രിക തലപ്പാവ് കിട്ടുന്നു. അത് തലയിൽ വെക്കുമ്പോൾ അവൾ ഇൻവിസിബിൾ ആവുന്നു. അവൾ ഇൻവിസിബിൾ ആയി അയാളും മന്ത്രവാദിനിയുമുള്ള മുറിയിലേക്ക് വന്ന് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം മന്ത്രവാദിനിയുടെ മോതിരം കൈക്കലാക്കുന്നു. എന്നിട്ട് എല്ലാ രാജകുമാരികളെയും മോചിപ്പിക്കുന്നു.